നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ക്രമക്കേടിൽ പിടിയിലായ പി വി കുൽക്കർണി, മനീഷ മന്ദാരെ, മനീഷ വാഗ്മറെ, ധനഞ്ജയ് ലോഖണ്ഡെ എന്നിവർ വലിയ മാഫിയയുടെ ഭാഗമെന്ന് സംശയിക്കുകയാണ് CBI. അന്വേഷണ ഏജൻസിയുടെ കസ്റ്റഡിയുള്ള പ്രതികളെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് നീക്കം. പണമിടപാട് പരിശോധിച്ച് കൂടുതൽ പ്രതികളുടെ പങ്കും CBI തേടുന്നു. വിനീത VG ഉണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. വിനീത, ഇതാകെ വലിയ പല വഴിക്ക് ചിതറിപ്പോയ ഒരു ചോർച്ചയാണ്. ഒരു വശത്ത് പണം നേടാൻ ഉപയോഗിക്കുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കിയ ആളുകൾ തന്നെ ആ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് വിദ്യാർത്ഥികൾക്ക് ക്ലാസ് വരെ എടുക്കുന്നു. അതായത് ആൻസർ കീയിലുള്ള ഉത്തരങ്ങൾ തന്നെ അവർക്ക് നോട്ട്ബുക്കിൽ എഴുതി കൊടുക്കുന്നു. ഇങ്ങനെ ഗുരുതരമായ പിഴവ്. മറ്റൊരു വശത്ത് ഒരു അധ്യാപകൻ ലൈംഗിക ചൂഷണത്തിനുള്ള മാർഗമായി, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ ഈ ചോദ്യപേപ്പർ നൽകാമെന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയെ ശല്യപ്പെടുത്തുന്നു. അങ്ങനെ എത്ര വഴിക്കാണ് പല സംസ്ഥാനങ്ങളിലായി ഇങ്ങനെ വിപുലമായി ഇങ്ങനെ അഴിഞ്ഞു പറന്നുപോയ ഒരു ചോദ്യപേപ്പറായി മാറുകയാണത്. ഇത്ര വലിയ വീഴ്ച അതൊരു കേന്ദ്രീകൃതമായ ഒരൊറ്റ കേന്ദ്രത്തിൽ നിന്ന് സംഭവിച്ചാണോ, അത് അവിടെ നിന്ന് പല വഴിക്ക് പലരും ഈ കയ്യിൽ കിട്ടിയ ചോദ്യപേപ്പർ ഉപയോഗിച്ച് പല രീതിയിൽ നേട്ടമുണ്ടാക്കാൻ, ലാഭമുണ്ടാക്കാൻ ശ്രമിച്ചു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും ഗൂഗിൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള CBIയുടെ അന്വേഷണം പുരോഗമിക്കുകയാണ്. പ്രത്യേക സംഘങ്ങളായി തിരിഞ്ഞാണ് CBI ഈ കേസ് അന്വേഷിക്കുന്നത്. ഏതാണെങ്കിലും ഈ ചോദ്യപേപ്പർ പോയ വഴിയിലൊക്കെ തന്നെ അന്വേഷണ സംഘം നീങ്ങുന്നുണ്ട്. ഈ നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ക്രമക്കേടിൽ പിടിയിലായ പി വി കുൽക്കർണി, മനീഷ് മന്ദാരെ, മനീഷ് വാഗ്മറെ, ധനഞ്ജയ് ലോഖണ്ഡെ എന്നിവർക്ക് ഒരു മാഫിയയുമായി ബന്ധമുണ്ട്. ഇവർ ഏതെങ്കിലും ഒരു മാഫിയയുടെ ഭാഗമാണോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ ഘട്ടത്തിൽ CBIയുടെ പ്രത്യേക അന്വേഷണ സംഘം സംശയിക്കുന്നത്. ഒപ്പം തന്നെ അന്വേഷണ ഏജൻസിയുടെ കസ്റ്റഡിയിലുള്ള പ്രതികളെ ഒറ്റയ്ക്കിരുത്തിയും ഒപ്പം തന്നെ ഇവരെ ഒന്നിച്ചിരുത്തിയും ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കമാണ് അന്വേഷണ സംഘം നടത്തുന്നത്. ഈ പണമിടപാട് പരിശോധിച്ചുകൊണ്ട് ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ, ഇവർക്ക് ഏതെങ്കിലും കൂടുതൽ അക്കൗണ്ടുകളിൽ നിന്ന് പണം ലഭിച്ചിട്ടുണ്ടെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. ഇത് മുൻനിർത്തിക്കൊണ്ട് കൂടുതൽ പ്രതികൾ ഈ മാഫിയയുടെ ഭാഗമായിട്ടുണ്ടോ, ഈ കണ്ണികളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ CBI പരിശോധിച്ചു വരുന്നുണ്ട്. ഒപ്പം തന്നെ കേസിൽ അറസ്റ്റിലായ മുഖ്യ ആസൂത്രകർക്ക് ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുമായി നേരിട്ട് ബന്ധമുള്ളതിനാൽ തന്നെ കേന്ദ്ര സ്ഥാപനങ്ങളിലേക്കും അന്വേഷണം നീളുന്നുവെന്ന സൂചന തന്നെയാണ് നമുക്ക് ലഭ്യമാവുന്നത്. കൂടുതൽ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തേക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. ഈ പേപ്പർ മാഫിയ പോലുള്ള ചോദ്യപേപ്പർ ചോർത്തി വിൽക്കുന്ന സമൂഹ മാധ്യമ ഗ്രൂപ്പുകളിലേക്കും ഒപ്പം തന്നെ സൈബർ പോലീസിന്റെ സഹായത്തോടെ ഇവർ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ഗൂഗിൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.